ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ ഒരു യൂണിറ്റാണ്. പാർട്ട്ണർഷിപ്പിലെ തന്നെ വേറൊരു സെക്ഷൻ അല്ലെങ്കിൽ വേറൊരു ഭാഗം എന്നൊക്കെ പറയാൻ പറ്റും. വേറൊരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത് യൂണിറ്റിൻ്റെ പേര്. സോ നമുക്കറിയാം, ഒരാൾ ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായി എന്ന് വിചാരിച്ച് ആള് കാലാകാലം അതിൽ തുടരുമെന്നോ അല്ലെങ്കിൽ എന്നും അതിലൊരു പാർട്ട്ണറായിട്ട് ഉണ്ടാവണമെന്നൊന്നും പറയാമല്ലോ. പല പല പ്രശ്നങ്ങളാൽ എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പിൽ നിന്നും പിരിഞ്ഞു പോകേണ്ട ഒരവസ്ഥ അങ്ങനെ വരാം. സോ മരണമല്ലാത്ത ഏതെങ്കിലും കാരണത്താൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ നിന്നും പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ റിട്ടയർമെൻറ്റ് എന്നും, ഇനി മരണകാലത്താണെന്നുണ്ടെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ അങ്ങനെയും പറയും. രണ്ടാണെന്നുണ്ടെങ്കിലും അതിൽ പിന്നീട് ആ ഒരു പാർട്ട്ണർ അതിൽ പാർട്ട്ണറായിട്ട് തുടരൂല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് ഡെത്ത് ഓർ പാർട്ട്ണർ. എന്താണ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് എന്ന് ഡിസ്കസ് ചെയ്യുന്നു. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയായിരിക്കും, അതായത് ഓട്ടോമാറ്റിക്കലി ഒരാൾ പോകുമ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ അഡ്ജസ്റ്റിംഗ് ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെയും തന്നെ നമ്മൾ ഒരാൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഒരാൾ പോകുമ്പോഴും റിവാലുവേഷനും റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടതുണ്ട്, കഴിഞ്ഞ യൂണിറ്റുകളിൽ ചെയ്തതുപോലെ തന്നെ. സോ അതിൻ്റെ കാര്യങ്ങൾ. ഡിസ്ക്രൈബ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് റിസർവ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അതൊക്കെ അതിനെക്കുറിച്ച്, അതായത് പ്രോഫിറ്റ് ആ ഒരു റിട്ടയർമെൻറ്റിൽ അല്ലെങ്കിൽ ആ പോണ സമയത്ത് ഒരുപാട് റിസർവുകൾ ഉണ്ടാവും, അതിൽ ആ പാർട്ട്ണർക്ക് കൂടി അവകാശമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ കുറേ പ്രോഫിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തതുണ്ടാവും. സോ അതിലും ആ ഒരു പാർട്ട്ണർക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള. പിന്നെ എങ്ങനെയാണ് റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക, എങ്ങനെയാണ് അതിൻ്റെ ക്ലെയിം, എന്തെങ്കിലും പ്രശ്നങ്ങൾ കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് തുടങ്ങിയുള്ള ഓരോന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അസർട്ടൻ പ്രോഫിറ്റ് അപ് ടു ഡേറ്റ്, പ്രോഫിറ്റ് എങ്ങനെയാണ് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഫസ്റ്റ് നമുക്ക് റിട്ടയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, എങ്ങനെയാണ് ഒരു ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവുന്നത് നോക്കാം. വെൻ വൺ ഓർ മോർ പാർട്ട്നേഴ്സ് ലീവ് ദ ഫേം, റിമൈൻ പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ദ ബിസിനസ് ഓഫ് ദ ഫേം. ഇപ്പോൾ സപ്പോസ് ഒരു 5 ആളുണ്ടെന്ന് വിചാരിച്ചു. ഇതിൽ ഒരാൾ റിട്ടയർ ആയി കഴിഞ്ഞാലും ബാക്കി ഒരു 4 ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ബിസിനസ്സിനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. ഇറ്റ് ഈസ് നോൺ ആസ് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ. ഇതിനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ പറയുന്നത്. Amit, Sunil and the Ashu are the partners in a firm. Due to some family problem, Ashu want to leave. അങ്ങനെ 3 ആൾ ഒരു ബിസിനസ് നടത്തുന്ന അങ്ങനെ ലീവ് ഉണ്ടെങ്കിൽ അതെന്താണ്, റിട്ടയർമെൻറ്റ് ഓഫ് ഇതാണ്, പാർട്ട്ണറാണ്. ഇനി ഈ പാർട്ട്ണർ റിട്ടേഴ്സ് ചെയ്ത് താഴെ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്യാം. ഫസ്റ്റ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. ചിലപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യാം. ഒരാൾ പറഞ്ഞു എനിക്ക് റിട്ടയർ ചെയ്യണം കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ആസ് പെർ ടേംസ് ഓഫ് ആൻ അഗ്രിമെൻറ്റ്, ചിലപ്പോൾ ഇവരെന്തെങ്കിലും വയലേറ്റ് ചെയ്തു, അതായത് ഒരുപാട് നിയമങ്ങൾ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ എൻട്രി ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾക്കൊക്കെ കൂടെ വേണം, ഇന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം കാര്യം തുടങ്ങിയുള്ള ചിലപ്പോൾ ഒരുപാട് നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. അപ്പം അങ്ങനെ പാർട്ട്ണർഷിപ്പ് രൂപീകരിച്ചു, അതിലെന്തെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓർ ഓൺ വിൽ, അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് തോന്നുകയാണെന്ത് റിട്ടയർ ചെയ്യാം, അങ്ങനെയൊക്കെ നടക്കും. ഈ 3 കേസസിലൊക്കെ എന്ത് ചെയ്യാം, റിട്ടയർമെൻറ്റ് സംഭവിക്കാമെന്ന് പറയാം. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഡീഡിലായിരിക്കും നമ്മുടെ എന്തെല്ലാം നിയമങ്ങളാണ്, ഓക്കെ, കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അത് എഗ്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും.
അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ദ ഫോളോയിങ് അക്കോർഡിംഗ് ഇഷ്യൂസ് ആർ ഡീൽ വിത്ത്. താഴെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിൻ്റെ ഇഷ്യൂ. ആദ്യം നമ്മൾ അപ്പോൾ ഇനിയുള്ള ബിസിനസ് ഇപ്പോൾ സപ്പോസ് 3 ആളുണ്ടായിരുന്നു, അതിലൊരാൾ റിട്ടയർ ആയ ഇനി 2 ആളുകൾ. അപ്പോൾ ഈ 2 ആളുകൾക്ക് ഇനി പ്രോഫിറ്റ് ഷെയറിൻ്റെ ഇഷ്യൂ എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഗുഡ് വില്ല്. ഇപ്പം ഇതുവരെയുള്ള ഗുഡ് വില്ല് ആ റിട്ടയർ ആയ ആൾക്കാർക്കും അവകാശമല്ലേ. സോ അയാൾക്ക് എങ്ങനെയാണ് ആ ഗുഡ് വില്ല് എന്ന് ട്രീറ്റ് ചെയ്യുക? പിന്നെ അസറ്റ്സും ലയബിലിറ്റീസിനും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. സോ ആ ചേഞ്ചസ് എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഡ്യൂസ്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ചിലപ്പോൾ കുറേ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക? അയാളുടെ ക്യാപിറ്റൽ കൊടുക്കണം, അയാളുടെ ഗുഡ് വില്ല് കൊടുക്കണം, കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റിൽ. ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്, എങ്ങനെയാണ് പുതിയ ഉള്ള എന്താ പറയുക പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ക്യാപിറ്റൽ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്ത കാര്യം. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ എന്താണ്? അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഈ റിട്ടയർമെൻറ്റിന് ശേഷം എങ്ങനെയാണോ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്, അതിനാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അവിടെ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് മിക്കവാറും ഗെയിൻ ആയിരിക്കും, അവർക്ക് അവിടെ ഷെയർ എന്ത് ചെയ്യും കൂടും. അപ്പോൾ ആ ഗെയിനിങ് റേഷ്യോ ഇങ്ങനെ കാണാം. ഓക്കെ, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് സോ നോക്കിക്കോ, ഗെയിൻ ഓഫ് എ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. ആദ്യം നമ്മൾ ഗെയിൻ എന്താന്ന് നോക്കാം. ഹിസ് ന്യൂ ഷെയർ, ആളുടെ ന്യൂ ഷെയർ എടുക്കുക, മൈനസ് അയാളുടെ ഓൾഡ് ഷെയർ. നമ്മൾ സാക്രിഫൈ റേഷ്യോ കണ്ടില്ല, അതേപോലെ തന്നെ അയാളുടെ പുതിയ ഷെയർ എത്ര പെർസെൻറ്റേജ് ആണോ മൈനസ് ന്യൂ ഷെയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് അയാൾക്ക് ഗെയിൻ ആയിട്ടുള്ള ഷെയറിംഗ് റേഷ്യോ എന്ന് കിട്ടും. ഇനി ഓക്കെ, ഫസ്റ്റ് കേസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് റിട്ടയർമെൻറ്റ് പാർട്ട്ണർ ഷെയർ ഡിസ്ട്രിബ്യൂട്ട് എക്സിസ്റ്റിംഗ് റേഷ്യോ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നോക്കിക്കോ, ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഷെയർ ഡിസ്ട്രിബ്യൂട്ട് എക്സിസ്റ്റിംഗ് റേഷ്യോ എമംഗ് ദ റിമൈനിങ് പാർട്ട്ണർ. ഓക്കെ, അതെങ്ങനെയാണ് എക്സാമ്പിളിലൂടെ താഴെ പറഞ്ഞുതരും. നോക്കിക്കോ, തനു, മനു ആൻഡ് റീന ആർ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഏതാ? 4:3:2 ആണ്. റിട്ടയർ റിമൈനിങ് പാർട്ട്നേഴ്സ് ഓഫ് ഡിസൈഡ് ടേക്ക് മനു. മനു എന്ത് ചെയ്തു? റിട്ടയർ ചെയ്യാൻ പറ്റും. ഷെയറിംഗ് ഇൻ എക്സിസ്റ്റിംഗ് റേഷ്യോ ദാറ്റ് ഈസ് 3:2. താനും എന്ത് ചെയ്തു? റിട്ടയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഏത് റേഷ്യോയിൽ? 3:2. അപ്പം നോക്കടാ, ഇതാരായിരുന്നു? തനു, ഇത് മനു, ഇത് റീനു. ഇതിൽ തനു ആണ് ഇനി പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 ആളുടെ ഷെയറിൻ്റെ റേഷ്യോ ഏതാ? 3:2 അല്ലേ. അപ്പോൾ ഇതിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇയാളുടെ ഈ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് തനു ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 9 കിട്ടും. അതായത് തനുയുടെ ഭാഗം ഇതിലെത്ര? 4/9 ആണ്. ഈ 4/9 എന്ത് ചെയ്യണം? 2 ആൾക്കും പകുത്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരിക നോക്കിക്കോ. 4/9 ഇവരുടെ ഷെയർ എത്ര? ടോട്ടൽ 5 അല്ലേ. ഓക്കെ, 5. അതിൽ മനുവിന് എത്ര ഉണ്ട്? 3/5. റീനക്ക് എത്ര ഉണ്ട്? 2/5. അപ്പോൾ ആ റേഷ്യോ ഉണ്ട്. അപ്പോൾ മനൂസ് ഗെയിൻ എത്ര? മനുവിന് 4/9 ഉണ്ടായിരുന്നു. 4/3/5 ഇതാണ് അയാളുടെ ഷെയർ റേഷ്യോ. അതായത് ഇത് 2 ആൾക്ക് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 4/9 എന്ന് പറഞ്ഞത് തനുവിൻ്റെ റേഷ്യോ ആണ്. അതിൽ 3/5 ആയിരിക്കാം മനുവിന്. അപ്പോൾ എത്ര? 12/45. ഇനി മനുവിൻ്റെ ന്യൂ ഷെയർ എത്ര വരിക? ആൾറെഡി അയാൾക്ക് എത്ര ഉണ്ടായിരുന്നു? 3/9 ഉണ്ടായിരുന്നു. ഓക്കെ, 3/9 എന്ന് പറയുമ്പോൾ ടോട്ടൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3/9 ഉണ്ട്. അതിൽ നമ്മൾ പക്ഷെ ഗെയിൻ കാണുമ്പോൾ ഏത് റേഷ്യോ എടുത്താൽ മതി? മനുവിൻ്റെയും റീനയുടെയും മാത്രം എടുത്താൽ മതി. അതാണ് അവിടെ 5 വന്നിട്ടുണ്ടാവും. 3+2. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അയാളുടെ ടോട്ടൽ ന്യൂ റേഷ്യോ കിട്ടും. എത്രയാണ്? 27/45. ഇതാണ് അയാളുടെ ന്യൂ പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഒരാളുടെ റിട്ടയർ ചെയ്യുന്നതിലൂടെ ഒരാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൂടുകയാണ്. ഇനി റീനയുടെ അതേപോലെ തന്നെ. റീനയ്ക്ക് 4/9 തനുവിൻ്റെ റേഷ്യോ. തനുവിൻ്റെ 2/5 ആണ് റീനയ്ക്ക് അവകാശം. അപ്പോൾ 8/45. റീനയുടെ പുതിയ ഷെയർ എന്ന് പറയുന്നത് 2/9 പ്ലസ് പുതിയ ഷെയർ 9
ആൾറെഡി 2/9 ഉണ്ടായിരുന്നു, ഇപ്പം എത്രയും വന്നു 8/45, 18/45 കിട്ടിയാലോ. യെസ്. അപ്പോൾ എന്നിട്ട് ഇത് ഇപ്പം അവരുടെ 45:27/45 രണ്ടിലും 45ൻ്റെ കോസ്റ്റ് കട്ട് ചെയ്ത് പോകും. ഈ 18 ഇതിനെയും കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ടിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 2:3 എന്ന് വരും. സോ അവരുടെ പുതിയ റേഷ്യോ ആണ് എന്ത്? 2:3. ഓക്കെ, അല്ലെങ്കിൽ 3:, മറ്റാളത് ആദ്യം പറയുകയാണെങ്കിൽ 3:2. അപ്പോൾ ഇതായാലും ഇതാണ് അവരുടെ പുതിയ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഉണ്ടോ? ഓക്കെ, 3:2. അതായത് അവരുടെ ഇവിടെ മാറ്റങ്ങളൊന്നും വന്നില്ല. ന്യൂ ഷെയർ ഗെയിൻ ഓഫ് പാർട്ണർ എങ്ങനെയാണ്? ന്യൂ ഷെയർ മൈനസ് എക്സിസ്റ്റിംഗ് ഷെയർ. അപ്പോൾ നോക്കിക്കോ, 27:45 ഉണ്ടായിരുന്നു, അതിൽ ഓൾഡ് ഷെയർ എത്ര? ഒരാൾക്ക് 12/5, ഒരാൾക്ക് 8/5. ഗെയിനിങ് റേഷ്യോ ഏത് തന്നെയാണ്? ഗെയിനിങ് റേഷ്യോ പറഞ്ഞാൽ അവർ ഗെയിൻ ചെയ്തത്, ഡിവൈഡ് ചെയ്തെടുത്തില്ലടാ. ആ ഡിവൈഡ് എടുത്ത് എത്രയാണ്? ഇത് രണ്ടുമാണ് എന്ത് ഡിവൈഡ് ചെയ്ത് അവർക്ക് കിട്ടിയത്, അഡീഷണൽ ആയിട്ട് കിട്ടിയ ഭാഗം. ആ ഭാഗത്തിൻ്റെ റേഷ്യോ എടുക്കുന്നതാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അവിടെ 3:2 ആണ്. ഇനി ചിലപ്പോൾ ഒരു സ്പെസിഫൈ ചെയ്ത് പറയും, അതായത് പറഞ്ഞു ഇന്ന റേഷ്യോ അല്ല, ഇപ്പോൾ 1:1 ആണ് ചെയ്യേണ്ടത്. വേറൊരു കേസ് നോക്കിക്കോ. ഇവിടെ ABC എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ് 3:2:1 ആണ്. ബി റിട്ടയർ ചെയ്യാണ്. ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞ പോർഷനിൽ റിട്ടയർ ചെയ്യാണ്. ഹാസ് ഡിവൈഡ് ഈക്വലി ആണ് അയാൾ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ റേഷ്യോ എത്രയാണ്? 2/6 അല്ലേ ഈ ബി എന്ന് പറഞ്ഞ ആളുടെ റേഷ്യോ. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 1/6. മറ്റേ ബാക്കി രണ്ടാളല്ലോ, 1/6 വെച്ചിട്ട് രണ്ടാൾക്കും കിട്ടും. 1/6. രണ്ടാളുടെ ഗെയിനും 1/6 ആയിരിക്കും. അപ്പോൾ ഉണ്ടാവും രണ്ടാൾക്കും ന്യൂ ആൾറെഡി എത്ര ഉണ്ടായിരുന്നു? 3/6 ഉണ്ടായിരുന്നു. ഇതിൽ 1/6 വന്നപ്പോൾ 4/6 ആയി. മറ്റാൾക്ക് 1/6 ആൾറെഡി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു 1/6 വന്നപ്പോൾ 2/6. അപ്പോൾ നോക്കി എങ്ങനെയായി? 4/6:2/6 എന്നായി. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 2:1 എന്നുള്ള പ്രോഫിറ്റ് റേഷ്യോ. അതൊക്കെ റിട്ടയർ ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിൻ്റെ എല്ലാവരും കൂടെ തീരുമാനിക്കുന്നതാണ്. എന്ത്? ഈ റിട്ടയർ ചെയ്യുന്ന ആളുകളുടെ എങ്ങനെയാണ് അയാളുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി റിട്ടയർ പാർട്ണർ ഷെയർ ഈസ് ടേക്കൺ ബൈ വൺ ഓഫ് പാർട്ണർ, അങ്ങനെയാവും. അതായത് ദ റിട്ടയർമെന്റ് ഓഫ് ഷെയർ ഇസ് ടേക്കൺ, ഫോർ എക്സാമ്പിൾ അഞ്ജു, ബാബു, റാണി ഷെയറിംഗ് ഓഫ് 4:3:1. ബാബു റിട്ടയർ ചെയ്യാണ്. ഹിസ് ഷെയർ ഈസ് ടേക്കൺ ബൈ റാണി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബാബുവിൻ്റെ ബാബുവിൻ്റെ സെൻറ്ററിലുള്ളതാ ബാബു. അതായത് ഈ 4/11 എന്ന് പറയുന്നത് ഫുൾ ആരെടുക്കണം? ഇവിടെ റാണി എടുക്കണം. അങ്ങനെ റാണി വലിയൊരു പ്രോഫിറ്റ് ഷെയറിലോട്ട് പോവാണ്. 6/11. ഓക്കെ, 2/11, 4/6/11. പിന്നെ അനൂജിന് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അനൂജ് എത്ര തന്നെ? 5/11. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷന് വെറുതെ ആരെങ്കിലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുക്കണം? ഇല്ല, അതിനനുസൃതമായിട്ടുള്ള ക്യാപിറ്റലും ഗുഡ് വില്ലൊക്കെ കൊണ്ടുവരേണ്ടി വരും. അത് നമ്മൾ വഴിയെ പറയും. അപ്പം ഈ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇല്ലസ്ട്രേഷൻ 1 നോക്കാം. നെഹ്റു, അനു, അഷ്ണു ആർ പാർട്ട്നേഴ്സ്. ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 4:3:2. അശു റിട്ടയേഴ്സ്. അശു ഇതിൽ റിട്ടയർ ചെയ്യണം. ആരാണ്? ഇവനാണ് റിട്ടയർ ചെയ്യുന്നത്. ഫൈൻഡ് ദ ന്യൂ റേഷ്യോ ഓഫ് നെഹ്റു. താഴെ പറയുന്ന കാര്യങ്ങൾ. റേഷ്യോ ഈസ് നോട്ട് ഗിവൺ. റേഷ്യോ ചിലപ്പോൾ തന്നിട്ടില്ല, ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യണം? ഇതാക്കണം. അപ്പം അത് നേരത്തെ പണ്ട പോലെ കാണൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കലി അയാളാണ് കട്ട് ചെയ്താൽ മതി. പിന്നെ എത്ര റേഷ്യോ മാത്രമേ ഉണ്ടാവുള്ളൂ? 4:2. അപ്പം പിന്നെ എന്ത് ചെയ്യണം? ബാക്കി അപ്പോൾ ഇനി ഇതിൽ ആരില്ലല്ലോ, 2 ആണ് കട്ട് ചെയ്തത്. എന്താ? നെഹ്റുവും അനു മാത്രമേ ഉള്ളൂ. അവർ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യണം? ഇപ്പം എത്രയാണ് അവർക്ക് കിട്ടുന്നത്? അതേ ഇതിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യണം. ഇനി ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എങ്ങനെയാണ്? എത്രയായിരുന്നു അശുവിനുണ്ടായിരുന്നത്? 2 ഇതെല്ലാം പാടെ ആഡ് ചെയ്യുമ്പോൾ 7 9, 2/9 ആയിരുന്നു. അതിൽ 1/9 നെഹ്റുവിന് കിട്ടും, 1/9 ആർക്ക് കിട്ടും? അനുവിന് കിട്ടും. അപ്പോൾ അവരുടെ ഒരാൾക്ക് ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ന്യൂ റേഷ്യോ ഒരാൾക്ക് 5/9,
മറ്റാൾക്ക് 4/9 ആവും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? 5:4. ഓക്കെ. യെസ്. ഗെയിനിങ് റേഷ്യോ ഇവിടെ ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. യെസ്. ഇനി എന്ന് പറയുന്നത് അനു ഷെയർ ടേക്ക് ദ നെഹ്റു റേഷ്യോ, ഫുൾ റേഷ്യോ എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫുൾ റേഷ്യോ എന്ത് ചെയ്താൽ മതി? ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, അനു 3/9 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ് എന്തായിരുന്നു? ഓക്കെ, അനു ഷെയർ ടേക്കൺ ഈസ് നെഹ്റു ആൻഡ് അനു ഇൻ ദ റേഷ്യോ ഓഫ് 2:1. ഇനി നമ്മുടെ ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് 2/9 ആണ് ഉള്ളത്. ഈ 2/9 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. നോട്ട് ദ എന്താ പറയുക, ഈക്വൽ അല്ല, 2/9. അപ്പം എങ്ങനെ വരിക? ഓക്കെ, നോക്ക്. അനൂസ് ഷെയർ എത്ര? 2/9 ഉണ്ട്. അതിന് നെഹ്റുവിന് എത്ര കിട്ടും? 2/3 കൊടുക്കണം. ആ 2/9 2/3 മനസ്സിലായല്ലോ? അതെത്ര? 4/27 ആണ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ആൾറെഡി എക്സിസ്റ്റിംഗ് എത്ര ഉണ്ട്? 4/9 ഉണ്ട്. അതിൽ ഈ 4/27 കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 16/27 കിട്ടും. പിന്നെ അനൂസ് ഗെയിൻ എന്ന് പറയുന്നത് 1/3 ഓഫ് 20/9 ആണ്. അതായത് 2/27. അത് എക്സിസ്റ്റിംഗ് ആയിട്ടുമ്പോൾ 11/27 കിട്ടും. ഇനി ഫുൾ എടുക്കുകയാണെങ്കിലോ അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യും? അനു ഷെയർ എന്ന് പറയുന്നത് 2/9 രണ്ടും കൂടെ 5/9 ഉണ്ടാക്കുക. പിന്നെ ന്യൂ ഷെയർ എന്തായിരിക്കും? 4:5. സോ ഇതാണ് അതിൻ്റെ എന്ത് ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇല്ലുസ്ട്രേഷൻ 2 നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതോടുകൂടി അത് അവിടെ കഴിഞ്ഞു. ഇനി ഗുഡ് വിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം? അപ്പോൾ എങ്ങനെയാണ് ഷെയർ പ്രോഫിറ്റ് അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഗുഡ് വില്ലിൻ്റെ കേസ്, the retiring partners is entitled to his or his share goodwill all time of retirement. ഓക്കെ, അതിൻ്റെ ഗുഡ് വില്ല് എന്ത് ചെയ്യണം? അവർക്ക് അതിന് റൈറ്റ് ഉണ്ട്. അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വില്ലിൻ്റെ അത്രയും എമൗണ്ട് ക്യാഷ് ആയിട്ടോ അല്ലാതെ കൊടുക്കുക എന്നുള്ളത് അയാൾക്ക് അതിന് റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ ഗുഡ് വില്ല് ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് പേ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ചാൽ, റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ടു റിട്ടയറിങ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലോട്ട് ആദ്യം നമ്മൾ ആ എന്താ പറയും ഗുഡ് വില്ല് ട്രാൻസ്ഫർ ചെയ്യും. അതെ, കാരണം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സാണ് പുതിയ എന്താ പറയുക പാർട്ട്ണറിൻ്റെ ഗുഡ് വില്ല് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഗുഡ് വില്ല് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഉള്ള ക്യാപിറ്റലിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യും? റിട്ടയർമെൻറ്റ് ഇതിലോട്ട് അവരുടെ പാർട്ട്ണറിലോട്ട് കൊടുക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പാണ് ഈ ക്യാപിറ്റൽ എത്രയാണോ നോക്കിയിട്ട് ആദ്യം എല്ലാ ക്യാപിറ്റലിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്നതിന് ശേഷം എന്ത് ചെയ്യും? അത് നമ്മൾ ആ ക്യാപിറ്റൽ കൊടുക്കും. ഒരു ഇല്ലുസ്ട്രേഷനിലൂടെ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 3. മിഥു, ഉദിത് ആൻഡ് സണ്ണി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. സണ്ണി റിട്ടയർ ചെയ്തു. അതായത് ഇവരുടെ പ്രൊഫിഷൻ റേഷ്യോ 1/3 1/3 1/3. Okay, yes. Sunny retires and the goodwill of the firm is 54,000. Goodwill എത്രയാണ്? 54,000. No goodwill account appears in the books of the firm. ഫേമിന്റെ ബുക്സിൽ എങ്ങനെ ഗുഡ് വില്ല്? ഗുഡ് വില്ല് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാതിരിക്കും. ഇപ്പം റെക്കോർഡ് ചെയ്തിട്ടില്ല. മിഥു ആൻഡ് ഉദിത് ആർ ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 3:2. ഏത് റേഷ്യോ അല്ല ഇനി അവർ പ്രോഫിറ്റ് ഷെയർ 3:2. മേക്ക് ദ നെസസറി ജോമെട്രി. ആദ്യം ഇവിടെ നമ്മൾ ആർക്കാണ് ഗെയിന് ആർക്കാണ് ലോസ് എന്നൊക്കെ നോക്കണം. ഓക്കെ, യെസ്. ആദ്യം ഇപ്പം അവരുടെ ഷെയർസ് എന്താ? എല്ലാവർക്കും 1/3 1/3 1/3 ആണല്ലോ. യെസ്. ഇനി നോക്കിക്കോ, മിഥുന് ഇനി ആ ഗെയിൻ ഓഫ് പാർട്ട്ണർ ആദ്യം കാണും. മിഥുന് ആദ്യം എത്ര ഉണ്ടായിരുന്നു? ഓക്കെ, ന്യൂ ഷെയർ എത്ര മിഥുന്? അതായത് ഇപ്പോൾ രണ്ടാമത്തെയും തന്നിട്ടുണ്ട്. ഒരാൾക്ക് 3/5 മറ്റേക്ക് 2/5. ഓക്കെ, മിഥുവിന് 3/5 ഉദിത്തിന് 2/5. അപ്പോൾ ആദ്യം മിഥുവിൻ്റെ നോക്കാം. ഇപ്പം എത്ര ഉണ്ട് അയാൾക്ക്? 3/5 ഉണ്ട്. ഫണ്ട് എത്ര ഉണ്ടായിരുന്നുള്ളൂ? 1/3. അത് രണ്ടും കുറച്ചപ്പോൾ നമുക്ക് 4/9. ഇതാണ് അയാളുടെ ഗെയിൻ.
അയാൾക്ക് മറ്റാൾ പോകുന്നതിലൂടെ ഇത്രയും പ്രോഫിറ്റ് ഷെയറിൻ്റെ കൂടി കിട്ടി. രണ്ടാമത്തെ ആളുടെ ഗെയിൻ എത്ര? 1/50. ഇത് മറ്റാളുടെ ഗെയിൻ. അപ്പം നോക്കടാ, ഇവരുടെ ഗെയിനിങ് റേഷ്യോ കണ്ടോ, ഒരാൾക്ക് 4/15 ഉള്ളൂ, മറ്റാൾക്ക് 1/15. അപ്പോൾ 1/15 ശരിക്കും കണ്ടോ, ഉദിത്തിൻ്റെ 4 ഇരട്ടി ഗെയിൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്? മിഥുന്. അവരുടെ അതായത് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 4:1. അപ്പോൾ ഈ ഗുഡ് വില്ലില്ലേ, ഗുഡ് വിൽ എത്ര ഉണ്ട്? 54,000. 54,000ൻ്റെ പോണ ആൾക്ക് എത്ര ഗുഡ് വില്ല് കൊടുക്കണം? 54,000ൻ്റെ 1/3, അതായത് 54,000 1/3. 54,000ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 18,000. ഈ 18,000 പോണ ആൾക്ക് കൊടുക്കേണ്ട ഗുഡ് വില്ല്. ഇത് ആര് കൊടുക്കും? ഇത് ഏത് റേഷ്യോയിൽ കൊടുക്കണം എന്ന് പറയാം? ഈ ഗെയിനിങ് റേഷ്യോയിൽ കൊടുക്കണം. അതായത് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ഒരേ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് 9,000 വെച്ച് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ഒരേ ഗെയിൻ അല്ല, ഒരാൾക്ക് ഉണ്ടായിട്ട് ലാഭത്തിനനുസരിച്ച് അല്ലാതെ കൊടുക്കുക. അപ്പോൾ 4:1. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 18,000നെ 4:1 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്തൊരു 18,000 × 4/5. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും? ഇൻറ്റു ചെയ്യുമ്പോൾ 14,400 വരും. ഇനി രണ്ടാമത്തെ ആളുടെ എത്ര വരും? 18,000 × 1/5 എത്ര വരും? 3,600. അപ്പോൾ ഈ കണ്ടോ, മറ്റും കൂടുതൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരാൾക്ക് മിഥുന് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഗെയിന്. അപ്പം മിഥുനാണ് ഈ 14,400 ഇതാകേണ്ടത്. ഉദിത്ത് എന്ത് ചെയ്താൽ മതി? 3,600 കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇത് എവിടെ നിന്നാണ് അവർ ഇപ്പം എടുക്കുക? ഇപ്പം ക്യാപിറ്റലിൽ നിന്ന് എടുക്കും. മിഥുവിൻ്റെ 14,400 ഉദിത്തിൻ്റെ 3,800 എടുത്തിട്ട് ആരുടെ ഇതിലോട്ട് കൊടുക്കും? സണ്ണിയുടെ ക്യാപിറ്റലിലോട്ട് പെട്ടു വെക്കും. എന്നിട്ട് ഇത് പേയ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 4 നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഇനി റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് അസറ്റ്സ്. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ. അസറ്റിൻ്റെ ഒക്കെ വാല്യൂ കൂടുകയാണെങ്കിൽ അത് നമുക്ക് ലാഭമാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ? അസറ്റ് റെക്കോർഡ് ചെയ്യാത്തത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. ലയബിലിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് അല്ലേ? കൊടുക്കാനുള്ളത് പൈസ അത്രയും കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ലാഭമല്ലേ? യെസ്. അതുപോലെ തന്നെ നോക്കണം, അതിൻ്റെയൊക്കെ എന്താ പറയുക, ജേണൽ എൻട്രീസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ തന്നെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് അതായത് നമ്മൾ മുമ്പ് എന്താ പറയുക അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ പറഞ്ഞില്ലേ, അവിടുത്തെ അതേപോലെ തന്നെ ഇവിടെയും റിവാല്യൂ ചെയ്യുന്നത്. അവിടെയും റിവാലുവേഷനും റീഅസസ്മെൻറ്റും നടത്തണം, ഇവിടെയും റിവാലുവേഷനും റീഅസസ്മെൻറ്റും. കാര്യമായ വ്യത്യാസമുണ്ട്. എങ്കിലും ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. വാട്ട് ഈസ് ഇല്ലുസ്ട്രേഷൻ 5? Mudith, Mohit and Sonu are partners, sharing profit ratio 3:2:1. Mudith's പാർട്ട്ണർഷിപ്പ്. മുദിത്ത് എന്ത് ചെയ്യാണ്? പോവാണ്. അവൻ്റെതാണ് ഈ 3, ബാക്കിയുള്ളൊരു എക്സസ് ചെയ്യുക. ഇൻ ഓർഡർ ടു സെറ്റിൽ ഹിസ് ക്ലെയിം ദ ഫോളോയിങ് റിവാലുവേഷൻ ഓഫ് അസറ്റ്. താഴെ പറയുന്ന റിവാലുവേഷൻ ഉണ്ട്. ഇതെന്താ? ഫസ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് മിഷനറി ഇൻക്രീസ്ഡ്, ലാഭമാണ്. ദ വാല്യൂ ഓഫ് ഇൻക്രീസ്ഡ് 2,000. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കൂടി 2,000 വെച്ച് ലാഭമാണ്. എ പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ബിൽ ഇൻ ദ ബുക്സ് നോട്ട് റിക്വയർഡ്. ഓക്കെ, അതായത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ബില്ല്. അപ്പോൾ അതും ലാഭമാണ്. ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഡിക്രീസ്ഡ്, കുറയാണ് ചെയ്തത്, നഷ്ടമാണ്, ലോസാണ്. ഗിവ് ദ ജേണൽ എൻട്രീസ്. ആദ്യം എന്ത് ചെയ്യണം? മിഷനറി ലാഭമുള്ളതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലാഭമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. നഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇതന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റത്തിലൊക്കെ ലാഭമാണ്, മിഷനറിയുടെ ഇതിൽ ലാഭമാണ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ ലാഭമാണ്. അപ്പോൾ എന്ത് ചെയ്തു? റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. കാരണം ഇതൊരു ഇൻകം പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കിയിൽ നഷ്ടമാണ്, സോ അതിന് നമ്മൾ എന്ത് ചെയ്തു? റിവാലുവേഷൻ അക്കൗണ്ട്. കാരണം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് തന്നെയാണ് ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് ആ റിവാലുവേഷൻ അപ്പോൾ 16,000 റുപ്യാണ് അതിൻ്റെ നെറ്റ് അക്കൗണ്ട്. ഇത് അവിടെ നമ്മൾ ബാലൻസ് ചെയ്തു, നേരത്തെ ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു? അതാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അല്ല, ഇവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ പ്രോഫിറ്റ് എക്സിസ്റ്റിംഗ് റേഷ്യോ എന്താ? 3:2:1 അങ്ങനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതാണ് എന്താ പറയുക റിവാലുവേഷൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ റിസർവിൻ്റെയും സെയിം ട്രീറ്റ്മെൻ്റ് ആണ്.
റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സെയിം ട്രീറ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ ഇതിൽ ചെയ്തതുപോലെ തന്നെ. അവിടെ എങ്ങനെയാണോ ചെയ്തത് അതേ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. ഇനി സെറ്റിൽമെൻറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്ലെയിം എങ്ങനെയാണ് ഇനി അത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ്, ദ എമൗണ്ട് ഡ്യൂ ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഇസ് പെയ്ഡ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിനെ സെറ്റിൽ ചെയ്യേണ്ടത്. സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണമല്ലോ, അയാളുടെ ഒഴിവാക്കി അങ്ങനെ അയാളുടെ എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നോക്കും. ദ റിട്ടയറിംഗ് ബാലൻസ് ക്ലെയിം ദ കൺസിസ്റ്റ് ഓഫ്, താഴെ പറയുന്നതിലൊക്കെ എന്തുണ്ട്, ഒക്കെ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത്. ഒന്നാണ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര ഉണ്ടോ അത് നമുക്ക് തിരിച്ചു കൊടുക്കണം. ഗുഡ് വിൽ ഓഫ് ദ ഫേം കൊടുക്കണം. ഗെയിൻ ഉണ്ടെങ്കിൽ ഗെയിൻ കൊടുക്കണം. റിവാലുവേഷനിൽ ഗെയിൻ ഉണ്ടെങ്കിൽ അയാൾക്ക് അവകാശമുണ്ട്. ജനറൽ റിസർവും പ്രോഫിറ്റിനും അതിനും അയാൾക്ക് റിസ്ക് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ക്യാപിറ്റലിന് എത്രയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അയാളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ താഴെ പറയുന്നത് ഡിഡക്റ്റീവുമാണ്. എന്തൊക്കെ, അയാൾക്ക് റിവാലുവേഷനിൽ അഥവാ നഷ്ടമാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചു ഇതൊക്കെ റിവാലുവേഷൻ, അപ്പോൾ ആ നഷ്ടം അയാൾ സഹിക്കണം, കാരണം അയാളുടെ ഉണ്ടാക്കിയതാണ്. പിന്നെ എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ്സിൻ്റെ മേലിൽ ഡ്രോയിങ്സ് അയാൾ പൈസ വലിച്ചിട്ടുണ്ടെങ്കിൽ അത്, ആ ഡ്രോയിങ്സിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വരണം. പിന്നെ അക്യൂമുലേറ്റഡ് ലോസസ് എന്തുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം. പിന്നെ ലോൺ ടേക്കൺ ഫ്രം ഹിം, ലോൺ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ. ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ ചെയ്താലേ ഒരു പാർട്ട്ണറെ നമുക്ക് സെറ്റായി എന്ന് പറഞ്ഞാൽ ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മുടെ പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നത്? അതിൽ ഫസ്റ്റ് ആണ് പേയ്മെന്റ് ഇൻ ലംസം. ഒറ്റയടിക്കന്നെ ഫുൾ എമൗണ്ടും കൊടുത്ത് സെറ്റിൽ ചെയ്യും. റിട്ടേൺ ക്ലെയിം പെയ്ഡ് ദ ഫണ്ട്സ് അവൈലബിൾ ഫ്രം ഔട്ട് ദ ഫോളോയിങ് ജേണൽ ഈസ് ദ ഡിസ്പോസിബിൾ എമൗണ്ട് ഓഫ് വെയിറ്റ്. അപ്പോൾ ആ പൈസ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക? ഞാൻ ആളുടെ ക്യാപിറ്റൽ ഉണ്ടോ ഇല്ല, ആ ക്യാപിറ്റൽ ഫുൾ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ ഇടുക? ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അല്ലേ, നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ടോ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക്. ബാങ്കിന് അത്രയും പൈസ കൊടുത്തു, അയാൾ വിട്ടയച്ചു, ഇനി ഒരു പരിപാടിയില്ല. ഓക്കെ, യെസ്. ഇപ്പോൾ ഇല്ലുസ്ട്രേഷൻ 6 വേണമെങ്കിൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 6 നോക്കാം. എന്താണ്, ഓം, ജയ് ആൻഡ് ജഗദീഷ് പാർട്ട്നേഴ്സ് 3:2 അവരതിലാണ് ഷെയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. സോ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു. ഗുഡ് വിൽ ഫേം എത്രയാണ്? 60,000. സ്റ്റോക്ക് ബിൽഡിംഗ് 10% അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആണ്. പ്ലാന്റും ഇതൊക്കെ ഡിപ്രീസിയേഷൻ 10%. പ്രൊവിഷൻ ഫോർ ബാഡ് അപ്സ് 5,000 നമ്മൾ കാണേണ്ടതുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, യെസ്. ജയ് ഷെയർ ഗുഡ് വിൽ വാസ് അഡ്ജസ്റ്റഡ് ടു ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ് വിൽ എന്ത് ചെയ്യണം, എത്രയാണോ അവരുടെ കൊടുക്കണം. ഓക്കെ, ജയ് ആണ് ഇവിടെ റിട്ടയർ ചെയ്യുന്നത്. ജയ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ 2 ഉള്ളത്, അതായത് 2/6 അതാണ് അയാളുടെ ഷെയർ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. സോ അതൊക്കെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് എത്ര കൊടുക്കണം അയാൾക്ക്? ഗുഡ് വിൽ എത്ര ഉണ്ടാവും? ഈ 60,000-ന് 20,000 കൊടുക്കണം, കാരണം 2/6 ഓഫ് ദി ഗുഡ് വിൽ എത്ര? 20,000. പിന്നെ റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള കാരണം കുറേ തവണ. സ്റ്റോക്കിന് 10% വെച്ച് കൂടിയിട്ടുണ്ട്, സോ രണ്ടും പ്രോഫിറ്റ് ആണ്, ക്രെഡിറ്റ് ചെയ്തു. പ്രൊവിഷന് 2,000, കാരണം 5,000 വേണം, അതിൽ 3,000 ഇവിടെ ആൾറെഡി ഉണ്ട്. ഇവിടെ 3,000 ആൾറെഡി പ്രൊവിഷൻ ബാക്സ് ഉണ്ട്, സോ ബാക്കി 2,000 കൂടെ ലോസ് ആണ്. പ്ലാന്റ് 14,000 ഡിപ്രീസിയേഷൻ വന്നു. ബാക്കി വരുന്ന 12,000 എന്ത് വരുന്നു? 12,000 ലാഭമാണ്. അത് നമ്മൾ ഓൾഡ് റേഷ്യോയിൽ, വാട്ട് ഈസ് ദ ഓൾഡ് റേഷ്യോ? 3:2:1 ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട്. ഇനി പാർട്ട്ണർഷിപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. പാർട്ട്ണർഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം അവരുടെ ബാലൻസ് ബ്രോഡ് ഡൗൺ നമ്മൾ എഴുതുന്നു. ജനറൽ റിസർവ് നമ്മൾ 3:2, ഇതിൽ ജനറൽ റിസർവ് ഉണ്ട്, സോ ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യുന്നു?
അവർക്ക് 3:2:1 എന്നുള്ളതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഡിവൈഡ് ചെയ്യാൻ അറിയില്ലേ, എത്ര? ഇപ്പോൾ 3 എന്ന് പറയുമ്പോൾ 3/6, രണ്ടാമത്തെ ആൾക്ക് 2/6, മൂന്നാമത്തെ ആൾക്ക് 1/6 കൊടുത്തു. പിന്നെ റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ്, ആ റിവാലുവേഷൻ കൊടുത്തു. ഓക്കെ, ഇനി കൊടുക്കേണ്ടത് ക്യാപിറ്റൽ. യെസ്, ഇനി ആരെ സെറ്റിൽ ചെയ്യണം? നമുക്ക് ജെയിനെ സെറ്റിൽ ചെയ്യണം. അപ്പോൾ ജെയ്ക്ക് എത്ര കൊടുക്കണം? ജെയ്ക്ക് ഇപ്പം എത്ര ക്യാപിറ്റൽ? ജഗദീഷിൻ്റെ ക്യാപിറ്റലിന് 15,000. അതുപോലെ തന്നെ അതിൻ്റെ എൻട്രി നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര രൂപ കൊടുക്കണം? 20,000 കൊടുക്കണ്ടേ? 20,000 നമ്മൾ എങ്ങനെ കൊടുക്കും? ഉണ്ടോ, അവർ ഈ 3:1, അപ്പോൾ 20,000 ആര് കൊടുക്കണം? ഇനിയിപ്പോൾ ഓമും ജഗദീഷും ഉള്ളു. അവർ ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. സോ അപ്പോൾ ഈ 20,000 ഇൻറ്റു 3/4 15,000 വരും. അപ്പോൾ ഗുഡ് വില്ല് OM അല്ലെങ്കിൽ എത്ര കൊടുക്കണം? 15,000 കൊടുക്കണം. മറ്റേ ആൾ ബാക്കി വരുന്ന 5,000 കൊടുക്കണം, അതായത് 1/4. ആ കൊടുത്തതിൻ്റെ ക്യാപിറ്റൽ ആണ് ഇവിടെ കൊടുത്തത്. ആ ഒരു 15,000 ആണ് ഇവിടെ അവരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓമിൻ്റെയും ഇതും അത് മറ്റൊന്നിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു ജെയ്ഡ് അക്കൗണ്ട് മാത്രം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു 1,52,000 കൊടുക്കാനുണ്ട്. ഈ 1,52,000-ൽ നമ്മൾ ഓം എത്ര കൊടുക്കണം എന്നറിയോ? ഓം ഈ 1,52,000 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഗുഡ് വില്ല് ഇതൊക്കെ കാൽക്കുലേറ്റ് 1,52,000-ൽ 3/4 കൊടുക്കണം. ഓക്കെ, യെസ്, കാരണം അയാൾക്കാണ് എന്ത് ചെയ്തത്? കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ റേഷ്യോ ആണ് ഒന്നുകൂടെ കൂടുതലുള്ളത്. അപ്പോൾ 52,000 ഇൻറ്റു 3/4, അതാണ് ഈ 1,14,000. അത് ആരുടെ ക്യാപിറ്റലിൽ നിന്ന് കുറക്കണം? ഓമിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് കുറക്കണം. ജഗദീഷിൻ്റെ ബാക്കി വരുന്ന 38,000 കുറക്കണം. ഓക്കെ, എന്നിട്ട് ഉണ്ടോ 1,52,000 കൊടുത്ത് ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു, ഫുൾ സെറ്റിൽ ചെയ്തു. ഇനി അടുത്ത പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് വഴി അടക്കണം. അതായത് ഒറ്റടിക്ക് ഇപ്പോൾ നേരത്തെ ഇതിലൊക്കെ കണ്ടു എത്ര ലക്ഷം വന്നത്, ലക്ഷക്കണക്കിന് എമൗണ്ട്സ് വരുന്നുണ്ട്. സോ അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഒറ്റടിക്ക് ഒരു എമൗണ്ടാണ് കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം അത്ര എമൗണ്ട് ഒന്നും ചിലപ്പോൾ കമ്പനിയുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ട് പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ഹി ക്ലെയിം ഇൻട്രസ്റ്റ്, അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് കൊടുക്കാനുള്ള പൈസയുടെ മുകളിൽ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് 6% പെർ ആനം. ഓക്കെ, ഇപ്പോൾ ഓൺ ദ പേയ്മെൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്താ? ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ടു ബാങ്ക് ടു റിട്ടയറിംഗ് ബാങ്കേഴ്സ് ലോൺ. നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണ് എമൗണ്ട് കൊടുക്കണത്? അപ്പോൾ പൈസ 1,00,000 ക്യാപിറ്റലുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലായി. നമുക്ക് കൊടുക്കാം റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് 1,00,000 രൂപയാണ് കൊടുക്കാൻ. സപ്പോസ് നമ്മൾ 1,00,000 കൊടുക്കുന്നില്ല, അപ്പോൾ കൊടുക്കുന്നത് 20,000. ഓക്കെ, യെസ്. അപ്പോൾ ബാക്കി വരുന്ന 80,000 നമ്മൾ തവണകളായിട്ട് കൊടുക്കും. ഈ 80,000 നമ്മൾ ലോൺ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം പിന്നെ അയാൾ പാർട്ട്ണറല്ല, അയാളുടെ എമൗണ്ട് ക്യാപിറ്റലിൽ വെക്കാൻ പാടില്ല, അയാളുടെ എമൗണ്ട് ലോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ അതിനുള്ള അക്കൗണ്ടിങ് എൻട്രിയാണ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എങ്ങനെ വരിക? 1,00,000 എന്ന് വരും. ടു ക്യാഷ് എത്ര കൊടുത്തു? 20,000. ടു റിട്ടയറിംഗ് ബാങ്ക് 80,000. പിന്നെ ഈ 80,000-ന് മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഇനി അടുത്ത എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ദ എമൗണ്ട് ഡ്യൂ ട്രാൻസ്ഫർ ടു ലോൺ, അതിനാണ് ഇത് നമ്മൾ ഈ എൻട്രി എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിനോ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ, അതിലോട്ട് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റും ഇട്ട് കൊടുക്കണം. ഇൻട്രസ്റ്റ് സമയമായി കഴിഞ്ഞാൽ, ഇപ്പോൾ എത്രയാണോ, സപ്പോസ് ഒരു വർഷമായി, വർഷത്തിലാണ് കൊടുക്കുന്നത് വെച്ചാൽ വർഷമായി കഴിഞ്ഞാൽ 6% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യണം? ആരെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടി കൊടുക്കണം. ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ എന്ത് വരും? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്, അങ്ങനെ വരും. അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക്
ക്യാപിറ്റലിൽ ഒരു റോളും ഇല്ല, പിന്നെ അയാൾക്ക് ഇതിൽ മാത്രം റോളുള്ളൂ. അയാളുടെ ലോണായിട്ടാണ് പിന്നെ അയാളെ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇനി അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇല്ലുസ്ട്രേഷൻ 7 ഉള്ളത്. സോ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. The figures of professional illustration assume that 40% of them immediately. ഇപ്പോൾ ഇല്ലുസ്ട്രേഷൻ മുകൾ കണ്ട എത്ര 1,52,000. അതിൻ്റെ 1,52,000 ആണല്ലോ ഇല്ലുസ്ട്രേഷൻ 6 നമ്മൾ കൊടുക്കാനുള്ളത്. അതിൻ്റെ 40%, 40% നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ 40%, 40/600, അതായത് 60,800 നമ്മൾ അപ്പം തന്നെ ബാങ്കിലോട്ട് ഇട്ടു. ഇത് എമൗണ്ട് എന്ന് പറയുന്നത് ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഇട്ട് കൊടുക്കും. അതായത് ബാക്കി വരുന്നത് 91,200 ആയിരിക്കും. 1,52,000 60,800, അതായത് 40% കഴിച്ചാൽ, അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 30,400 വരും. അതിൽ ഇവർ പറയുന്നുണ്ട്, ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% പെർ ആനം. മേ ബി കാരണം ഈ FD പോലൂടെയും 6ഉം 8% ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ താഴെ കൊടുക്കാറുള്ള മോശമല്ല, അതായിരിക്കും ഇവർ ഇത്രയും പെർസെൻറ്റേജ് കൊടുക്കാൻ കാരണം. സോ അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? അപ്പോൾ 60,800 അപ്പോൾ കൊടുത്തു. ഇനി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? 30,400 അത് കൊടുക്കണം. പിന്നെ ഈ എന്താ പറയുക, ഈ 90,000-ൻ്റെ 91,200 ആ എമൗണ്ടിൻ്റെ 12% ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചു. 10,944 അതുകൂടെ കൂട്ടിയിട്ട് 41,344 നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് അത്രയും ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കണം, 12%. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വരും. ഈ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലും സെയിം എമൗണ്ട് തന്നെ, 30,400. പക്ഷേ ഇനി ഈ 92,200 ഉണ്ടാവും കൊടുക്കാൻ? ഇല്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് എത്ര? 60,800. അതിൻ്റെ 12% എത്ര വരും? 7,296. അതും കൂടെ ആഡ് ചെയ്ത് 37,344 രൂപ കൊടുക്കട്ടെ. മൂന്നാമത്തെ ഇൻട്രസ്റ്റിൽ തന്നെ 30,400 ഉണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ 12% 3,648 കൂടെ ആഡ് ചെയ്ത് നമ്മളെ എമൗണ്ട് കയ്യിലാണ് കൊടുക്കും. ഇങ്ങനെ. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു പാർട്ട്ണറിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ? അവർക്ക് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടെ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ഷെയർ റേഷ്യോൻ്റെ ഏകദേശം അതേ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കണം ഈ ക്യാപിറ്റലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതെന്താണ് പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. യെസ്. അപ്പോൾ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെയാണ് 8ഉം 9ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്ത് ചെയ്യണം, അത് സ്കിപ്പ് ചെയ്യണം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇതാണ് റിട്ടയർമെൻറ്റിൻ്റെ കേസ്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാലും ഡെത്ത് എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. യെസ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. എങ്ങനെയാണ് ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ക്യാപിറ്റൽ എന്താ ചെയ്യുന്നത്? On the death of a partner, the accounting treatment regarding the goodwill, revaluation assets, reassessment of the liabilities, accumulated reserve, undistributed profit, similar that retirement of a partner. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണോ നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ ചെയ്യുന്നത് അതിനോട് സിമിലർ ആണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. ഓൺ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഹിം ഓർ ഹിസ്, ആരാച്ചാൽ അവരുടെ പെയ്ഡ് ടു ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഈ പൈസ ഇപ്പോൾ സപ്പോസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പൈസ ആർക്കാണ് അവിടെ കൊടുക്കേണ്ടത്? അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ആരാ ഈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്? നമ്മൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് നിയമത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് അത് മകനാവാം, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മരണശേഷം ആർക്കാണ് നമ്മുടെ സ്വത്തൊക്കെ കൈമാറുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത്, അവരെയാണ് നമ്മൾ പറയുന്നത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ആരാണുള്ളത് വെച്ചാൽ അവർ കേട്ടോ. യെസ്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കണം.
ഒന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ഡിസീസഡ് പാർട്ണർ, മരിച്ച ആളുടെ ക്യാപിറ്റൽ കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ ഷെയർ ഓഫ് ഗുഡ് വിൽ ഓഫ് ഫേം, ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അത്. ഷെയർ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത റിസർവോ പ്രോഫിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ റിവാലുവേഷനിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് സിമിലർ ടു എന്താണ് നമ്മൾ പറയുന്നത്, നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അവർക്ക് എന്തിനൊക്കെ അവകാശങ്ങളുണ്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നും പുറത്തു പോകുമ്പോൾ അത്. അതുപോലെ തന്നെയാണ് അവർക്ക് എന്ത് വരുന്നത്, അവർക്കുള്ള ലയബിലിറ്റീസും. ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എമൗണ്ട് പിടിച്ചിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ബാക്കി എമൗണ്ട് മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഇനി ഇവിടെ റിട്ടയർമെൻറ്റും ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും നമുക്ക് സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇയർ എൻഡിലാണ്, ഒരു വർഷത്തിൻ്റെ അവസാനം. പക്ഷേ എടീ മരിക്കുന്നത് വർഷത്തിൻ്റെ അവസാനം തന്നെ ആവണമെന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ മുമ്പ് മരിച്ചുകൂടെ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്, എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സപ്പോസ് നമുക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് വിചാരിക്കും, ലോസ് ആണെങ്കിൽ ലോസ്. ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് എ പാർട്ണർ, അയാളുടെ മരിച്ചത് വരെയുള്ള എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ബേസിസിൽ അത് കാണും. ഒന്നെന്ന് പറയുന്നത് ടൈം ബേസിസും, രണ്ടാമത് ടേൺ ഓവർ ബേസിസും. ചിലപ്പോൾ നമ്മൾ മരിച്ചത് എന്നാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇയർ എൻഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളുടെ പൈസ ഒക്കെ കൊടുത്ത് പിരിച്ചുകൊണ്ടാൽ ചിലപ്പോൾ ഇയർ എൻഡിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഒന്നാണ് ടൈം ബേസിസ്. ടൈം ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ താഴെ നോക്കാം. ഇൻ ദ കേസ് ഓഫ് ദ പ്രോസസ് ഹാസ് ബീൻ മെയ്ഡ് യൂണിഫോംലി ഇയർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന എല്ലാ പ്രോഫിറ്റ്സും ഏകദേശം ഒരേപോലെയാണ് എല്ലാ മാസത്തിലും കിട്ടുന്നത് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷത്തിലെ പ്രോഫിറ്റ് 2,25,000 ആണെന്നുണ്ടെങ്കിൽ ദ പാർട്ണർ ഡൈസ് 3 months ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തിൻ്റെ കാൽക്കുലേഷൻസ് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ആൾ മരിച്ചത്. ടോട്ടൽ കഴിഞ്ഞ വർഷത്തിലെ പ്രോഫിറ്റ് എത്ര? 2,25,000. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ പ്രാവശ്യം എത്ര പ്രോഫിറ്റ് കൊടുക്കണം? 3 months. അതായത് ഈ 2,25,000 എന്ന് പറയുന്നത് ഒരു വർഷത്തിനാണെങ്കിൽ ഇതിനെ 3/12 കൊണ്ട് ഇൻറ്റു കഴിഞ്ഞാൽ 3 മാസത്തിൽ കിട്ടും. അതാണ് ഈ 31,250. ഓക്കെ, അതുണ്ടോ? അത് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്കെ 3/5. അതിൻ്റെ പക്ഷേ ഇയാൾക്ക് എന്ന് പറയുന്നത് എന്നിട്ട് 1 lakh, അതായത് ദാറ്റ് ഈസ് പറഞ്ഞാൽ 1,25,000 ഇത് 1 ലക്ഷം ലോൺ ഉണ്ട്, 2 ലക്ഷം. അതിൻ്റെ 3/12 ഇതാണ് അവരുടെ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൻ്റെ ഇയാൾക്ക് എത്ര പെർസെൻറ്റേജ് ഉള്ളൂ? ദിസ് ഈസ് പറഞ്ഞ് 2/10 പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2/10 കിട്ടുള്ളൂ. അതായത് 6,250. ഇത് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 1,25,000 അല്ലത്, അത് 2 ലക്ഷം തന്നെയാണ്. കാരണം 2 ലക്ഷത്തിൻ്റെ 3 മാസം കാണേണ്ടത്. 2,25,000 ഇൻറ്റു 3/12. ഓക്കെ എനിക്കൊണ്ട് മേ ബി ഇവിടെ മിസ്റ്റേക്ക് ആയതായിരിക്കും. എനിവേ ഇത് 1 lakh ആണ്, ഏതെങ്കിലും ഒരിടത്ത് മിസ്റ്റേക്കാണ്. ഓക്കെ, കാരണം നമ്മുടെ പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ് കാണേണ്ടത്. 1,25,000 ഇൻറ്റു 3/12. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്താൽ മതി, ഇവിടെ ഒന്നാക്കിയാൽ മതി. പ്രീവിയസ് ഇയറിൽ 1,25,000 ആണെങ്കിൽ ആ 1,25,000 12 മാസം കൊണ്ട് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശരിക്കും ഈ 3 മാസം കൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 3/12 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവും. അതാണ് ഈ 31,250. അതായത് 3 ദിവസം കൊണ്ട് ഇവർക്ക് കിട്ടിയ പ്രോഫിറ്റാണ് 31,250. അതിൽ ഇയാൾക്ക് അത് ആ ഫേമിന് കിട്ടിയ 3 മാസത്തെ ഫുൾ പ്രോഫിറ്റാണ്. പക്ഷേ അതിൽ ഇയാൾക്ക് ഫുള്ളിന് ഇത് അവകാശമല്ല, 2/10 മാത്രമേ അയാളുടെ ഷെയർ ഉള്ളൂ. സോ അയാൾക്ക് 2/10 കൊടുത്തു. അപ്പോൾ എത്ര വന്നു? 6,250. ഇനി
രണ്ടാമത്തെ ഒന്നാണ് ടേൺ ഓവർ ബേസിസ്. അതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ടൈമിന് പകരം നമ്മൾ ടേൺ ഓവർ വെച്ച് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ ഇല്ലുസ്ട്രേഷൻ 12 ഒന്ന് നമുക്ക് നോക്കാം. അരുൺ, തരുൺ, നേഹ are the partners sharing profit ratio 3:1. നേഹ ഡൈസ് ഓൺ 31 മെയ് 2014. നേഹ അപ്പോൾ മാർച്ചിൽ കഴിഞ്ഞു, ഏപ്രിൽ മെയ്യിലാണ് മരിച്ചത്. സെയിൽസ് ഫോർ ദ 2013-14 4 ലക്ഷം സെയിൽസ് ഉണ്ടായിരുന്നു. ദ പ്രോഫിറ്റ് ഓൺ സെയിൽസ് വാസ് 60,000. പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? അതിൻ്റെ 4 ലക്ഷം സെയിലും ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 60,000. ദ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് 31 മാർച്ച്. അപ്പോൾ നോക്കടാ, 31 മെയ് 2014 മരിക്കുമ്പോൾ എന്നായിരിക്കും ലാസ്റ്റ് നമ്മൾ അക്കൗണ്ട് കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടാവുക? 31 മാർച്ച് 2014 അല്ലേ? അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് 2 മാസം കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. സെയിൽസ് ഫ്രം ദ ഏപ്രിൽ ടു 31 മെയ്, അതായത് മരിച്ച് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഏപ്രിൽ ടു മെയ് 2 മാസത്തെ സെയിലുള്ളത് 1 ലക്ഷമാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഡിസീസ് മണ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ അപ് ടു ദ ഡേറ്റ്. എത്രയാണ് അയാൾക്ക് അപ്പോൾ ആ പ്രോഫിറ്റിൽ എത്രയാണ് അവകാശം ഉള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിക്കോ, ഓൺ ദ ബേസിസ് ഓഫ് സെയിൽ. അത് നമുക്ക് ബേസിസ് ഓഫ് സെയിൽ ചെയ്യാം. സെയിലിൻ്റെ ബേസിസിൽ എങ്ങനെയാണ്? അപ്പോൾ 4 ലക്ഷത്തിന് 60,000 കഴിഞ്ഞ വർഷം പ്രോഫിറ്റ്. ഇപ്രാവശ്യം എത്ര സെയിൽ നടന്നു? 1 ലക്ഷത്തിന് സെയിൽ നടന്നു 2 മാസം കൊണ്ട് തന്നെ. മനസ്സിലായോ? അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60,000-ന് 4 ലക്ഷത്തിന് സെയിൽ നടന്നപ്പോൾ 60,000 ലാഭം കിട്ടി കഴിഞ്ഞ വർഷം. ഈ വർഷം ഇപ്പോൾ എത്ര രൂപയുടെ സെയിൽ നടന്നു? 1 ലക്ഷം രൂപയുടെ സെയിൽ നടന്നു. അങ്ങനെ വെച്ചാൽ ഈ 1 ലക്ഷത്തിന് അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ 60,000 ബൈ 4 ലക്ഷം ഇൻറ്റു 1 ലക്ഷം എത്ര കിട്ടും? 50,000 അല്ല 15,000. അതായത് നോക്കടാ, 4 ലക്ഷത്തിന് 60,000. അപ്പോൾ 2 ലക്ഷത്തിന് എത്ര കിട്ടിയിട്ടുണ്ടാവും അവർക്ക് പ്രോഫിറ്റ്? 30,000. 1 ലക്ഷത്തിനോ? 15,000. ഇത്ര ലോജിക്ക്. ആ 15,000. അപ്പം നേഹ ഷെയർ എത്ര? 1/6 ആണ്. ഈ 15,000 എന്ന് പറയുന്നത് അവരുടെ എന്താണ്? ഫേമിൻ്റെ ടോട്ടൽ പ്രോഫിറ്റാണ്. ഈ ടോട്ടൽ പ്രോഫിറ്റ് അവർ കൊടുക്കും? ഇല്ല. അതിൽ നേഹയ്ക്ക് എത്ര ആവശ്യമുള്ളൂ? അതായത് 1/6 ഉള്ളൂ പ്രോഫിറ്റിൽ. കണ്ട അവരുടെ ഷെയർ 3:2:1. നേഹയ്ക്ക് ഒന്നുള്ളൂ. സോ ആ 1/6 എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ എത്ര കിട്ടും പ്രോഫിറ്റ്? 2,500. ഇതാ ക്യാപിറ്റലോട്ട് അടുത്തേക്ക് കൊടുക്കുക. പിന്നെ റേറ്റ് ഓഫ് പ്രോഫിറ്റോ? പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു ഇതാണ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് 15%. ആ 15% വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അപ്പോഴും പ്രോഫിറ്റ് സെയിം തന്നെ കിട്ടും. ഓക്കെ, അതിൽ കാര്യമില്ല, ഫസ്റ്റ് മെത്തേഡ് പഠിച്ചാൽ മതി. ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ 60% ലാഖ് 60% പ്രോഫിറ്റാണ്. അതായത് 60,000 ബൈ 4 ലാഖ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജാണ്? 50%. അതിനർത്ഥം എന്താ? 100 രൂപ അവർ വിറ്റ് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അവർ കിട്ടുന്ന പ്രോഫിറ്റ് എത്ര? 15 രൂപയാണ്. അപ്പോൾ 1 ലക്ഷത്തിന് സെയിൽ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 15 രൂപ. അതായത് 15,000 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇല്ലുസ്ട്രേഷൻ 13 നിങ്ങൾ നോക്കണേ. ഓക്കെ, അതോടെ ചാപ്റ്റർ കഴിയണം. സോ നമുക്ക് ജസ്റ്റ് ഓടിച്ചു നോക്കാം. എല്ലാ കാര്യങ്ങളും മിക്കവാറും പറയുന്നുണ്ടാവും. ന്യൂതൻ, സുമിത്, ശിബ ആർ പാർട്ട്നേഴ്സ് ഇൻ ദ ഫോർമുല റേഷ്യോ 5:3:2 തന്നിട്ടുണ്ട്. ഓൺ ദ ഡിസംബർ താഴെ പറയുന്ന ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗുഡ് വിൽ ടു ബി വാലിഡ്. ഇവിടെ നമ്മുടെ ആവറേജ് മെത്തേഡൊക്കെ പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് റേഷ്യോ മെത്തേഡ്. ഓക്കെ, യെസ്. ഇങ്ങനത്തെ വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ആവറേജ് മെത്തേഡ് ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഗുഡ് വില്ല് കാണാനുള്ള മെത്തേഡ്സ്. അവിടെ നിങ്ങൾ അറിയും. പിന്നെ ബിൽഡിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പല ഇതുകളും. അപ്പോൾ നമ്മൾ ആ ഗുഡ് വില്ല് റീകാൽക്കുലേഷൻ അതും ചെയ്യുന്നു. അതുപോലെ തന്നെ ആവറേജ് മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഗുഡ് വില്ലിൻ്റെ ബേസിസ് കാൽക്കുലേഷൻ. പിന്നെ റിവാലുവേഷൻ അക്കൗണ്ട്, ബിൽഡിങ്ങിൻ്റെ വില കൂടി, സ്റ്റോക്കിൻ്റെ വില കൂടി, അതുപോലെ തന്നെ എന്താ പ്ലാന്റ് 4,000 രൂപ എടുത്ത് എന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിൻ്റെ ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ നെഹ ക്യാപിറ്റൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നെഹയുടെ ക്യാപിറ്റലിൻ്റെ 60,000 ഉണ്ടായിരുന്നു. റിസർവ് ആൻഡ് ഫണ്ടിൽ 7,500 വന്നു. ഗുഡ് വില്ലിൽ ഒരു 15,000 എന്താ പറയുക. അതുപോലെ തന്നെ സുബിന്ദിൻ്റെ ഇത്രയും വന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നു, അത് വന്നു.
റിവാലുവേഷൻ ഒരു 5500 വന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2700 കൊടുക്കാണ്ടായിരുന്നു വന്നു. ഡ്രോയിങ്സ് ഒരു 20,000 ഉണ്ട്, കുറച്ചു. പിന്നെ ന്യൂമാൻ എക്സിക്യൂട്ടേഴ്സ്, അതായത് ആർക്കാണോ കൊടുക്കേണ്ടത് വെച്ചാൽ അയാൾക്ക് ഇത്ര കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്തപ്പോൾ ബാലൻസ് ഫിഗർ 1,1950 രൂപ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് പോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, എന്നാലും അപ്പോൾ ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ച് തന്നാലുള്ള ഒരു അവസ്ഥയാണ് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, സോ അതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുക. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. റിട്ടയർമെൻറ്റ് എന്നാ പഠിച്ചു, റിട്ടയർമെൻറ്റിൽ എന്തിനൊക്കെ അവകാശങ്ങളുണ്ട്, ആ റിട്ടയർ ചെയ്യുന്ന പാർട്ട്നേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഡെത്ത് എന്താണെന്ന് പഠിച്ചു, ഡെത്തിലുള്ള അവകാശങ്ങളും കാര്യങ്ങളും പറഞ്ഞു. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അതിൻ്റെ ഇത് പറഞ്ഞു. പല ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞു. ഇവിടെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, അടുത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. See you tomorrow.